പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, മക്കളോട് നിങ്ങൾ പരാജയപ്പെടരുതേ എന്നല്ല പറയുന്നത്, തോറ്റാലും ജീവിതം ബാക്കിയുണ്ടെന്ന സന്ദേശം കൊടുക്കാൻ കഴിയണം. വീണുപോയാലും എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന മെസ്സേജ് കൊടുക്കാൻ കഴിയണം. കൊടുത്താൽ മാത്രം പോരാ, നമ്മളും അത് അവലംബിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം, ഓരോ നിമിഷവും വ്യത്യസ്തമായ ജീവിതമാണ്. ഈ കഴിഞ്ഞ നിമിഷം വരെ എല്ലാ ജീവിതം ആണോ? അല്ല, ഓരോ നിമിഷവും പുതിയതാണ്, ഓരോ സെക്കൻഡും പുതിയതാണ്. ലിവിങ് ലവ് എന്നാണ്. ഈ നിമിഷം ജീവിക്കുക. ഇന്നലെകളിൽ ഒരുപാട് പരാജയം ഉണ്ടാകാം, തോൽവി ഉണ്ടാകാം. പക്ഷേ ആ തോൽവിയെ ചിന്തിച്ചിട്ടല്ല ജീവിക്കേണ്ടത്. ഒരാളുടെ ജീവിതത്തിൽ 3 ദിവസം ഉണ്ടെന്നാണ്. ഒന്ന് ഇന്നലെ, പിന്നൊന്ന് നാളെ, വേറെ ഒന്ന് ഇന്ന്. നമ്മളെവിടെ ജീവിക്കേണ്ടത്? ഞാൻ അവസാനിപ്പിക്കാം. എവിടെ ജീവിക്കേണ്ടത്? ഇന്നലെ ജീവിക്കുന്ന ആൾക്കാർ, ടെൻഷൻ ആൾക്കാർ, തോറ്റില്ലേ, പരാജയപ്പെട്ടില്ലേ, ബിസിനസ് പൊളിഞ്ഞില്ലേ, എന്റെ കുടുംബം ഇങ്ങനെ പോയില്ലേ, എന്റെ ഭർത്താവ് ഇല്ലേ, എന്റെ ഭാര്യ ഇങ്ങനെയില്ലേ, എന്റെ ജീവിതം ആകെ കോഞ്ഞാട്ടയായില്ലേ എന്ന് ചിന്തിച്ച് ടെൻഷൻ ജീവിക്കുന്നത് ഇന്നലെ ജീവിക്കുന്ന ആൾക്കാരാണ്. വേറെ ടീം നാളെയാണ്. എന്താവും? ജയിക്കുമോ? ബിസിനസ് വളരുമോ? മുന്നോട്ട് പോകാൻ കഴിയുമോ? എൻ്റെ മക്കൾ എങ്ങനെയാകും? എൻ്റെ ഭാര്യ എന്താണ്? എൻ്റെ ഭർത്താവ് എങ്ങനെയാകും? എൻ്റെ ജോലി എന്താകും? നാളെ ഇപ്പം എന്താണ്? ഇങ്ങനെ അവർക്ക് എവിടെ സ്വസ്ഥതയില്ല, ഒരു സ്വസ്ഥതയില്ല. നമ്മൾ പറഞ്ഞ ആൻസൈറ്റിക് ആയിട്ട് വരും. അവർ മാനസിക രോഗം. ഇനി എവിടെയും ജീവിക്കേണ്ടത്? ഇന്ന്, ഈ നിമിഷമാണ് ജീവിക്കുന്നത്. ഇപ്പൊ ജീവിക്കുന്ന നിമിഷത്തിൽ ഈ നിമിഷമാണ് ഏറ്റവും പ്രധാനമായത്. ഈ നിമിഷം കഴിഞ്ഞു പോയാൽ അടുത്ത നിമിഷം ഒരു പക്ഷേ നമ്മൾ ഉണ്ടാവണമെന്നില്ല. ഈ നിമിഷം കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഒരു പക്ഷേ നമ്മൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ജീവിക്കുന്നതിന്റെ അവസാനത്തെ നിമിഷമാണെന്ന് നമ്മൾ അറിഞ്ഞാലും അറിയില്ലെങ്കിലും ആ ജീവിക്കുന്ന നിമിഷം ആനന്ദത്തോടെ, സന്തോഷത്തോടെ, ഇഷ്ടത്തോടെ ജീവിച്ചാൽ ആ ഓരോ നിമിഷവും നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോ നിമിഷവും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പം നമുക്ക് പകയില്ലാതാകും, ദേഷ്യമില്ലാതാകും, വെറുപ്പില്ലാതെയാകും. ഇന്നലെ ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഒരാൾ നോക്കിയിട്ട് എനിക്ക് നിന്നെ കാണുക, നിന്റെ മുഖം പോലും കാണുക പറഞ്ഞിട്ട് നമ്മൾ ആട്ടിയിറക്കുമ്പോൾ ഒരു പക്ഷേ അയാളെങ്ങാനും യാത്ര ചെയ്യുന്ന വാഹനം ആക്സിഡന്റ് ആയിട്ട് പൊട്ടി തകർന്ന് നിലത്തൊരഞ്ഞു പോയിട്ട് മുഖമില്ലാത്ത ഡെഡ് ബോഡിയായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ തീരാത്ത സങ്കടം നമുക്ക് മനസ്സിലേക്ക് ബാക്കിയാകും. അവന്റെ മുഖം പോലും ഒന്ന് അവസാനമായി കാണാൻ പറ്റില്ലല്ലോ എന്ന്. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടപ്പോൾ, ട്രെയിൻ തട്ടി മരണപ്പെട്ടപ്പോൾ അവസാനം ഞാൻ ചോദിച്ചിട്ടുണ്ട്, കാണാൻ പോയ ആള് എന്താ കണ്ടോ? അപ്പോൾ അയാൾ പണ്ട് മുഖമില്ല. അതെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ചിന്ത ഇതാണ്, നമ്മൾ ആളുകളോട് എനിക്ക് വേണ്ട, നിന്നെ കാണണ്ട, നിന്നെ കാണാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ട് പക കൊണ്ട്, ദേഷ്യം കൊണ്ട്, വെറുപ്പ് കൊണ്ട് ആട്ടിയിറക്കുമ്പോൾ, മാറിപ്പോകുമ്പോൾ, മാറി നടക്കുമ്പോൾ അടുത്ത നിമിഷത്തിലെങ്ങാനും അയാൾ മരിച്ചു പോയാൽ മുഖം പോലും കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും പകയില്ലാതെ, വെറുപ്പില്ലാതെ, സ്നേഹം മാത്രം പങ്കുവെച്ചുകൊണ്ട്, ഇഷ്ടം മാത്രം പങ്കുവെച്ചുകൊണ്ട്, നമ്മുടെ ആപേക്ഷികമാണ്. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാര്യം ചെയ്തെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ല. വേറെ എന്തോ വെറുപ്പ് അകത്തുള്ളതുകൊണ്ടാണ് ആ വെറുപ്പ് വന്നത്. അതുകൊണ്ട് ആപേക്ഷികമായ പകകളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക.